ഇടതുമുന്നണിയുടെ കൺവീനർ ടി.പി. രാമകൃഷ്ണൻ CPM-ന്റെ ഉരുക്ക് കോട്ടയായ പേരാമ്പ്രയിൽ മത്സരിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിലും ഈ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ലീഗിൻ്റെ പെൺപുലി പെൺസിംഹം മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ജയന്തി നേരത്തെ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നു. അതിനേക്കാളൊക്കെ ലീഗിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ അടുത്ത് വളർന്നു വരുന്ന പെൺ സിംഹമാണ്, പെൺപുലിയാണ്, പെൺപടയാണ് തഹ്ലിയ, ഫാത്തിമ തഹ്ലിയ. അത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇലക്ഷന് മുമ്പ്. പക്ഷെ നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്തത്, അതിൻ്റെ 10 മടങ്ങ് പെർഫോമൻസ് ആണ് അവിടെ കാണിച്ചത്. ഇംഗ്ലീഷിലുള്ള പ്രസംഗമാകട്ടെ, മലയാളത്തിലെ പ്രസംഗമാകട്ടെ, ആളുകളെ കയ്യിലെടുക്കുന്നതാകട്ടെ, ജനങ്ങളുമായിട്ടുള്ള സംസർഗമാകട്ടെ, ജനസമ്പർക്കമാകട്ടെ, അതിമനോഹരമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ജനവിധി എന്തായാലും ഞാൻ മാനിക്കുമെന്ന് ഒരു വാക്ക് പറയുന്ന ഒരു ബാക്ക്വേഡ്, ഫുട്ബോളിൽ നമ്മൾ ഫോർവേഡ് എന്ന് പറയും പോലെ ഒരു സ്റ്റെപ്പ് ബാക്ക്വേഡ് പോകുന്ന ഒരു കളി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗൗരവതരമായി നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ ഫാത്തിമ തഹലിയ ജയിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയമായിരിക്കും അവിടെ സംഭവിക്കുക. 1980-കൾക്ക് മുമ്പിൽ അവിടെ UDF-കാരും ജയിച്ചിട്ടുണ്ട്. പക്ഷേ 80-കൾ മുതൽ ഇടത് കോട്ടയാണ് ഈ കുറ്റ്യാടിയിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പേരാമ്പ്രയിൽ, കണ്ണൂർ കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ വളരെ വലിയ ഒരു പ്രദേശമാണ് പേരാമ്പ്ര. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും മേഖലയിൽ നേരെ മുന്നേറ്റം UDF പക്ഷേ കുറച്ച് മുന്നേറിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. 1980 മുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടത് കോട്ടയാണ്, CPM-ന്റെ ഉറച്ച കോട്ടയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് 19,085 വോട്ടിൻ്റെ ഭൂരിപക്ഷം പേരാമ്പ്രയിൽ ലഭിച്ചു എന്നുള്ളത് ഈ മുസ്ലിം വനിതയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ തഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമായി പറയാം. തദ്ദേശ സ്വയംഭരണത്തിൽ 8,000 വോട്ടിന് മേൽക്കൈ മണ്ഡല പരിധികളിലെ പഞ്ചായത്തിൽ UDF-നുണ്ടായിട്ടുണ്ട്. അപ്പോൾ UDF-ന് വലിയ ഒരു കൺസോൾട്ടേഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം കൺസോൾട്ടേഷൻ വരികയും CPM-നകത്തുള്ള കുത്തിത്തിരിപ്പ് പരിപാടികളും ഗ്രൂപ്പ് പരിപാടികളും പിണറായിയോടുള്ള എതിർപ്പും എല്ലാം കൂടി വന്നാൽ സ്വാഭാവികമായും അവിടെ ഈ വനിത ജയിക്കാനുള്ള 10 പഞ്ചായത്തുകൾ, ചക്കിട്ടപ്പാറ, ചങ്കരോത്ത് പഞ്ചായത്തിലൊക്കെ ലീഗിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോൾ, പിന്നെ PS മുഹമ്മദ്, കുഞ്ഞുമുഹമ്മദ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. നല്ല പഞ്ചായത്താണ്. ചങ്ങരോത്ത്, തുറയൂർ, ചെറുവണ്ണൂർ, പിന്നെ പേരാമ്പ്രയൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. കൂത്താളി, തുറയൂർ എന്നിങ്ങനെ 6 എണ്ണത്തിലെ ഭരണം UDF-നൊപ്പമാണ്. നൊച്ചാട്, മേപ്പയ്യൂർ, അരിക്കുളം, കീഴരിയൂർ എന്നിവയാണ് LDF-നൊപ്പം. പതിറ്റാണ്ടുകൾക്ക് ശേഷം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും UDF-ആണ് നേടിയിരിക്കുന്നത്. അപ്പോൾ UDF-ന് വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനായിരുന്നു ആ സീറ്റ്. മാണി ഗ്രൂപ്പ് LDF-ലേക്ക് പോയതോടുകൂടി UDF-ന് ആ സീറ്റ് കിട്ടി. അങ്ങനെയാണ് ലീഗ് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഈ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ നിയമസഭ വൻ ഭൂരിപക്ഷത്തിന് LDF വിജയിച്ചു. 19-ൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായെങ്കിലും 21-ൽ പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരിച്ച് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. 13,204 വോട്ടിൻ്റെ ലീഡ് കേരള പേരാമ്പ്ര നിയമസഭാ പരിധിയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇരു മുന്നണികളുടെയും എല്ലാ അടവും പയറ്റുമ്പോൾ പോരാട്ടത്തിന് വാശിയേറുകയാണ്. മുൻ മന്ത്രി കൂടിയായ LDF കൺവീനർ ടി.പി. രാമകൃഷ്ണനാണ് 4ാം തവണ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മണ്ഡലം നിലനിർത്താമെന്നൊരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രദേശത്ത് UDF നേടിയ മുന്നേറ്റം കണക്കിലെടുത്തുകൊണ്ടാണ് മാനദണ്ഡങ്ങൾ ഇളവ് നൽകി തുടർച്ചയായി 3ാം തവണയും, അതായത് UDF അവിടെ കയറത്തുള്ള ഒരു തേരോട്ടം മനസ്സിലാക്കിയിട്ടാണ് ടി.പിക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തത്. 2001-ലായിരുന്നു ടി.പി അവിടെ ആദ്യം MLA ആയത്. UDF-ൽ നിന്ന് MSF-ലൂടെ വളർന്നു വന്നിട്ടുള്ള യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയാണ് ഫാത്തിമ തഹ്ലിയ. ഇനി ജയിച്ചാൽ മന്ത്രിയാകുമോ? അവർ നേരത്തെ കൗൺസിലർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർ പഞ്ചായത്ത് മന്ത്രിയാവുമോ? ഡോക്ടർ MK മുനീറിൻ്റെ സ്ഥാനം അടിക്കുമോ എന്നൊരു ചോദ്യവുമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറെ മികച്ച വിജയം നേടിയ ശേഷമാണ് നിയമസഭയിലേക്കുള്ള മത്സരത്തിന് ഫാത്തിമ എത്തുന്നത്. പുതിയ തലമുറയിലെ പ്രതിനിധിയായി UDF ഫാത്തിമയെ ഉയർത്തിക്കാട്ട് ട്രേഡ് യൂണിയൻ നേതാവായും രാഷ്ട്രീയ നേതാവായും ജനപ്രതിനിധിയായും ടി.പിയുടെ പരിചയസമ്പന്നതയാണ് LDF-ന്റെ മുൻതൂക്കം. അതേസമയം പ്രസംഗം കൊണ്ടും ആവേശം കൊണ്ടും ഫാത്തിമ തഹ്ലിയ മണ്ഡലം ഇളക്കി മറിച്ചിട്ടുണ്ട് എന്നുള്ളതും
ചെറിയ കാര്യമല്ല. NDAയിൽ പ്രവർത്തിക്കുന്നത് BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി N മോഹനനാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നും ചെയ്യാനില്ല. വികസന LDF വോട്ടർമാരെ സമീപിക്കുമ്പോൾ താലൂക്ക് അടക്കമുള്ള ഇനി നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ്, അവിടെ വരാത്ത താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് UDF മത്സരത്തിൽ. UDFനെ തുണച്ചത് ആ മണ്ഡലം 2 പ്രാവശ്യം. 1980 മുമ്പ് 1960 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ PK നാരായണൻ നമ്പ്യാരോട് കുമാരൻ മഠത്തിന് അടിവ് പറയേണ്ടി വന്നു. 67 CPMനെ VV ദക്ഷിണാമൂർത്തി വിജയിച്ച മണ്ഡലം. 70 കോൺഗ്രസിലെ ഡോക്ടർ KG അടിയോടി മത്സരിച്ചപ്പോൾ UDFനോടൊപ്പം നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിലെ KC ജോസഫിലൂടെ UDFന് തന്നെയായിരുന്നു വിജയം. എന്നാൽ 80 VV ദക്ഷിണാമൂർത്തി വീണ്ടും മത്സരിച്ചു. അവിടെ നിങ്ങോട്ട് മണ്ഡലം കഴിഞ്ഞ 80 പോയിട്ട് 20, 26, 46 വർഷമായി. 82, 87 CPMലെ AK പത്മനാഭൻ, 91, 94 NK രാധ, 2001 മുതൽ TP രാമകൃഷ്ണൻ, 2006, 2011 കുഞ്ഞഹമ്മദ് ജയിച്ചു കയറി, 2016 TP രാമകൃഷ്ണൻ വീണ്ടും 4000 വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ 22,592 വോട്ടായി കുതിച്ചുയർന്നു. വലിയ ഭൂരിപക്ഷമാണുള്ളത്. 77 മുതൽ UDFൽ കേരള കോൺഗ്രസ് മാണി വിഭാഗമായിരുന്നു മണ്ഡലത്തിൽ മത്സരിക്കാറുണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് UDFിലേക്ക് മാറിയതോടുകൂടി സീറ്റ് ലീഗിന് ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയ വിജയിക്കുന്ന വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും, ജയിച്ചാൽ ആദ്യമായി കേരളത്തിലെ ലീഗ് മന്ത്രി, അത് പഞ്ചായത്ത് വകുപ്പിന്റെ തന്നെ മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ലീഗ് കേന്ദ്രങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ PK ഫിറോസും അടക്കമുള്ള ഷാജി അടക്കമുള്ള ആളുകൾ മന്ത്രിയാകാൻ ചിലപ്പോൾ എന്തായാലും ഒരു വനിതാ മന്ത്രിയെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. കാരണം ഇപ്രാവശ്യം ലീഗ് 2 വനിതകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. MK മുനീറിനെ പോലെയുള്ള അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടെ ഉള്ളത് കൊണ്ടും അദ്ദേഹം പല പ്രാവശ്യം ആയതുകൊണ്ടും കോഴിക്കോട് സൗത്തിൽ നിന്ന് അദ്ദേഹം മാറി അവിടെ മറ്റൊരു പുതിയ ചെറുപ്പക്കാരനെയാണ് നിർത്തിയത്. അങ്ങനെ ചെറുപ്പക്കാരുടെയും പരിചയസമ്പന്നതയുടെയൊക്കെ ഉള്ള വലിയൊരു മുഖത്തെയാണ്, വനിതകളുടെ മുഖത്തെയാണ് ഇപ്രാവശ്യം ലീഗ് നിർത്തി. വലിയ അത്ഭുതമാണ് ലീഗ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ഒന്നുകൂടി ഉറപ്പിക്കാനായി ഫാത്തിമ തഹ്ലിയ ജയിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അങ്ങനെ ജയിക്കുമെന്ന് പറയുന്നത് മറ്റാരുമല്ല, TP രാമകൃഷ്ണന്റെ ബോഡി ലാംഗ്വേജും TP രാമകൃഷ്ണന്റെ ഭാഷയും തന്നെയാണ്, വർത്തമാനവും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ജയിച്ചാൽ പഞ്ചായത്ത് മന്ത്രിയാകുമോ? ആക്കിയാൽ അത് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിരുന്ന ഒരു പരിചയം കിടക്കുന്നത് കൊണ്ട് അതും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു രംഗം, പുതിയൊരു ചരിത്രം അല്ലെങ്കിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നതായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം ഫാത്തിമ തഹ്ലിയ മന്ത്രി ആകുമോ.